അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് ഈ നൂറ്റാണ്ടിലെ വലിയ കോമഡി നൗഷാദിന്റെ പ്രസംഗം ഒന്നും കൂടി കേട്ടോ. നാഥനില്ലാ പടയായി മാറുമ്പോ നാഥനുള്ള ഞങ്ങൾ പറയുന്നതേ ഇവിടെ സ്ഥിരപ്പെടൂ. അത് ഞങ്ങളുടെ പവറല്ല, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മശായിഖുണ്ട്. അവര് വരച്ച വരയുടെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോവുകയില്ല എന്നതാണ് അതിന്റെ കാരണം. അതായത് നൗഷാദ് പറയുന്നത് നൗഷാദിനും ടീമിനും മാത്രമേ ഇവിടെ നാഥനുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും നാഥനല്ല. അവർക്ക് നാഥനുള്ളത് കൊണ്ടൊന്നും മാറ്റി പറയേണ്ട വന്നിട്ടില്ല, സ്ഥിരത ഉണ്ട്. ഈ നൂറ്റാണ്ടിലെ വലിയ കോമഡി ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഇജാതി വല്ല തൊള്ളി കൂടെ വരുള്ളൂ. യഥാർത്ഥത്തിൽ അവന് വല്ല സ്ഥിരതയുണ്ടോ? 2013 ഇവന്മാരെ പിടിച്ച് പുറത്താക്കി. ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ അവർ ഗ്യാങ്ങായി പ്രവർത്തിച്ചു. ഒരു 7 വർഷക്കാലം നന്നായി ആലിമ്യങ്ങളെ തെറിയും പറഞ്ഞു, അശ്ലീലം പറഞ്ഞുകൊണ്ട് അവനെ വേദിയിൽ നിന്ന് വേദിയിലേക്ക് നടന്നു. 2020 ആ 7 കൊല്ലം പറഞ്ഞതും അവർ നിഷേധിച്ചു, അതിനൊക്കെ തള്ളി. ഈ 7 കൊല്ലവും ഈ പറഞ്ഞ സ്ഥിരത ഉള്ളവന്റെ നേതൃത്വത്തിലായി അള്ളാഹുവിൽ നിന്ന് നേർക്ക് നേരെ കേട്ട വിഷയം മാത്രം പറയുന്നു എന്ന് അവകാശപ്പെടുന്ന ഷെയ്ഖ് അബ്ദുള്ളയും ഈ അബ്ദുള്ളയിൽ നിന്ന് കേട്ടത് മാത്രം പറയുന്ന മൈക്കുകളാണെന്ന് അവകാശപ്പെടുന്ന ഇവന്മാരും പറഞ്ഞത് മൊത്തം 2020 തള്ളി. 2020 ശേഷം 2 കൊല്ലം പറഞ്ഞത് 2022 തള്ളി. പിന്നെ ഇതെല്ലാം കൂടെ 2024 തള്ളി. എന്നിട്ട് എന്ത് സ്ഥിരതയുള്ളത്? എന്നിട്ട് ഇവൻ പറയാണ് ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ സ്ഥിരതയുള്ളൂ, ഞങ്ങൾക്ക് നാഥനുള്ളത് കൊണ്ട്. ആരായവൻ്റെ നാഥൻ? ഗ്ലോബൽ വില്ലേജിലെ അവിടെ ഇവിടെയൊക്കെ ടൂറിന് വേണ്ടി പോകുന്ന ഈ ലോകത്തിൻ്റെ നിയന്ത്രിക്കുന്ന എന്ന് അവകാശപ്പെടുന്ന KC അബ്ദുള്ള, ഇയാളാണ് ഇവരുടെ ഷെയ്ഖ്. അയാൾ നേരെ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി പറയുന്ന കാര്യം മാത്രമേ പറയുന്ന ഇവർ ഇന്ന് പറഞ്ഞതും നാളെ മാറ്റി പറയും, രാവിലെ പറഞ്ഞതിൻ്റെ മറുപടി വൈകുന്നേരം പറയും. ഇവന്മാരെന്ന് പറയും. ഇവന്മാർ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞു എന്ന് അവകാശപ്പെടുന്ന പല സംഗതികളും ഞങ്ങളോട് ഷെയ്ഖ് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞു എന്ന് പറയുന്നത് തന്നെ 2 ദിവസം കഴിഞ്ഞാൽ അത് മാറ്റി പറയും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളത് പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് ഒന്നും കൂടി തിരിയുന്ന രൂപത്തിൽ പറഞ്ഞാൽ ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ട് KC അബ്ദുള്ള ഇപ്പൊ പറഞ്ഞു. KC അബ്ദുള്ളയുടെ മുരീദുകളാകുന്ന ഒതുക്കുങ്ങൾ നൗഷാദ് തന്നെ എന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. അപ്പൊ ഒരു മനുഷ്യന്റെ കയ്യിൽ തിരികേശമുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ സനദിന്റെ ഒന്നും ആവശ്യമില്ല. ഇവരിലുള്ള വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വിശ്വസ്തതയുടെ പേരിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നായി. അപ്പൊ സാക്ഷാൽ ഒതുക്കുങ്ങൾ നൗഷാദ് തന്നെയാണ് ഇപ്പൊ വേദിയിൽ കയറി ഇജാദൊക്കെ പറയുന്നത് എങ്കിൽ ഇവൻ നേരത്തെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നും അതും കൂടി നമുക്കൊന്ന് കേട്ടുവെക്കാം. ശക്തമായി തന്നെ ഞങ്ങളെ ആദ്യം മുതൽ ഞങ്ങളെ പഠിപ്പിച്ച ഒരു സംഗതിയുണ്ട്. അതിന്നും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. എന്താണത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, മഹാനായ ത്വാഹ റസൂലുള്ളാഹി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു വസ്തു ചേർക്കപ്പെട്ടാൽ അതിൽ പിന്നെ സംശയിക്കാൻ പാടില്ല. അത് ഹഖാണ് എന്ന് മനസ്സിലാക്കി ആദരിക്കണം. ഇനി ഒരാൾക്ക് കൊണ്ടെന്നാണ് തർക്കമാണെങ്കിൽ അതാണ് എന്ന് പറയാൻ പോണ്ട, എന്നാലും അല്ല എന്ന് പറയാൻ പാടില്ല. ഷൈർ മുബാറക്ക് ഹഖാണെന്നും ഈ പറഞ്ഞ കാരണങ്ങൾ ഓരോന്നും ഉസ്താദ് അവറുകൾ ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. ജാലിയാവാല അദ്ദേഹത്തിന്റെ അവസ്ഥകൾ നോക്കിയല്ല ജാലിയാവാലയുടെ കയ്യിലുള്ളത് നിരീക്ഷിക്കേണ്ടതെന്നും അത് ഹഖാണ് എന്നും അതിന്റെ ഓരോ വസ്തുക്കൾ പഠിപ്പിച്ചു തന്ന് വന്യരായ ഹാഫിദ് ഉസ്താദാണ് ആ വിഷയത്തിൽ കൃത്യമായ വിവരണം ഞങ്ങൾക്ക് തന്നപ്പോ അപ്പോൾ ആരാണ് ആ വിവരണങ്ങളൊക്കെ കൊടുത്തത്? അതിന്റെ ഓരോ വസ്തുക്കൾ പഠിപ്പിച്ചു തന്ന് വന്യരായ ഹാഫിദ് ഉസ്താദാണ്. ഇനി ഷെയ്ഖിന്റെ മുരീദ് ചോദിക്കുന്ന ഒരു ചോദ്യവും അതേ മുരീദ് തന്നെ അതിന് കൊടുക്കുന്ന മറുപടിയും, എന്നിട്ടും പറയും വൈരുദ്ധ്യമില്ല. അത് കേട്ടോക്കാം. എന്റെ ചോദ്യം തെളിയിക്കുങ്ങള് ജാലിയാവാലയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങി എന്നതിന്റെ രേഖ എന്ത്? ഞങ്ങളോടൊന്ന് ചോദിച്ചു നോക്ക്. ഞങ്ങൾ ഉസ്താദിന്റെ ക്ലാസ് കേട്ട് പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്കത് തറപ്പിച്ചു പറയാൻ കഴിയും. മർക്കസിൽ എന്നല്ല, ഷെയറാണെന്ന് പറയപ്പെട്ടതൊക്കെയും വിശ്വസ്തമായി കിട്ടിയതൊക്കെയും ഹബീബായ തങ്ങളുടേത് തന്നെയാണ്, അതിൽ പെട്ടതാണ് മർക്കസിലുള്ളതുമെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയും. കണ്ടില്ലേ? ഷെയർ മുബാറക്കായ എല്ലാം പെട്ടു. ഹസ്രജിൽ നിന്ന് കിട്ടിയത് പെട്ടു, മർക്കസിലെ മുടി, അതുപോലെ ജാലിയവാലയിൽ നിന്ന് കിട്ടിയത് പെട്ടു. എല്ലാത്തിൻ്റെയും നിലപാട് ഇതാണെന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പൊ വേദിയിൽ കയറിയിട്ട് തല തിരിച്ചു പറയുന്നു.
എന്നിട്ട് പറയുന്നു ഞങ്ങൾ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതൊക്കെ ഷെയ്ഖിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ് എന്നൊക്കെ. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. 1989 സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ പിളർപ്പുണ്ടായ സമയത്ത് ഈ ഷെയ്ഖിന്റെ വാപ്പ നേർക്കുനേരെ മടവൂർ ഷെയ്ഖിനെ എൻ്റെ അടുത്ത് ചെന്ന സംഭവവും അതൊക്കെ ഇയാൾ ഉറപ്പിച്ച് തറപ്പിച്ച് ആണയിട്ട് പറയുന്നുണ്ട്. എന്നിട്ടിപ്പോൾ തല തിരിച്ചിട്ട് പറയുന്നു. അപ്പോ കാണുന്ന അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമാണ് ഷെയ്ഖിനുള്ളത്. അപ്പൊ ഷെയ്ഖിന്റെ മുരീദുകളായ ആളുകളും ആ രൂപത്തിലേക്ക് തന്നെ സാഹചര്യത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് വല്ലാഹി പറഞ്ഞിട്ട് പറയാൻ പറ്റിയ മുരീദുകൾ. അതിൽ അളിയനും പെട്ടു, ഓന്ത് നൗഷാദും പെട്ടു, ആ തെറിയൂർ കുഞ്ഞമ്മതും പെട്ടു. ഈ 3 സാധനങ്ങളും ഊരി ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പപ്പോ കാണുന്നവനെ അപ്പാന്ന് വിളിച്ചിട്ട്. അപ്പം എല്ലായിടത്തും പുറത്തം വിട്ടിട്ട് അവസാനം ശരണം തേടിയിരിക്കുന്നത് സംഘപരിവാറിൻ്റെ കൂട്ടത്തിലാണെന്ന് എൻ്റെ അറിവ്. പാണക്കാട്ട് വണ്ടിയൊക്കെ ഉപകാരം കിട്ടിയിട്ടില്ല, കക്കാടിൻ്റെ പിന്നാലെ വണ്ടിയൊക്കെ തിരിഞ്ഞു കുത്തി. ഇതൊക്കെ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം പോകുന്നതാണ്. എന്നിട്ടൊക്കെ നിർദ്ദേശിക്കുക ആരാ ഷെയ്ഖ്? വരാനിരിക്കുന്നതും വന്നു കഴിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളെയും അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം പോയത് മനസ്സിലാക്കണം. സാധാരണഗതിയിൽ തലച്ചോറുള്ള ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇവരുടെ പ്രവർത്തനന്മാരും ഇവരുടെ ഓരോരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തന്നെ ഇത് ഉഡായിപ്പാണ് എന്ന് ബോധ്യപ്പെടും. തലച്ചോറ് നായ നക്കിയ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ കുരുവട്ടൂർ നക്കിയ ആളുകൾക്കാണെങ്കിൽ അത് ബോധ്യപ്പെടുകയില്ല. മനസ്സിലാവുണ്ടോ? ഇവന്മാരുടെ ഏത് പ്രവർത്തനത്തിലും ആ ഉഡായിപ്പ് നിർഗലിച്ച് കാണുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉഡായിപ്പിൻ്റെ പിന്നാലെ പോകാതിരിക്കാൻ മുസ്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ പോക്കറ്റ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ ജാതി സാധനങ്ങളൊക്കെയും 2 കാര്യത്തിന് വേണ്ടി പിന്നാലെ കൂടുന്നതാണ്. ഒന്ന്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഷിയാക്കളെ കയ്യിൽ നിന്ന് വാങ്ങിയ അച്ചാരം അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത് പാവപ്പെട്ട സമൂഹത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് സമ്പത്ത്. ഇപ്പൊ കണ്ടില്ല ചില ആളുകളൊക്കെ സമർപ്പണം എന്ന പേരിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. വീടിൻ്റെ ആധാരം, വേണ്ടപ്പെട്ട ക്യാഷ് അവനാലേക്കില്ലാതെ വരുമ്പോൾ ബാങ്കിൽ പലിശയ്ക്ക് വരെ വെച്ചിട്ട് വരെ സമർപ്പിക്കുന്ന ദുരവസ്ഥ. ഇതൊക്കെ കണ്ടിട്ടും ബോധ്യപ്പെടുന്നില്ല വെച്ചെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഇത്തരം ആളുകളുടെ ഷെറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മളെ അഹ്ലുകാരെയും രക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക.